എടാ ഇന്നത്തെ റൂമിൽ 3 പേര് റിച്ച്. ഓ എടാ എടാ മുത്തേ, എടാ ഇത് എടാ റിച്ച് മാൻ വന്നടാ എൻ്റെ റൂമിൽ മുത്തേ. യോ ബ്രദർ, താങ്ക്സ് ഡാ മച്ചാനെ, താങ്ക്സ് ഡാ. എടാ കിട്ടിയാ എടാ ഞാൻ വിളിച്ചില്ലേ എടാ, ഞാൻ റിച്ച് മാനെ വിളിച്ചില്ലേ, അവൻ വന്നേണേ, അവൻ്റെ ഇഷ്ടത്തിന് വന്നേണേ മുത്തേ. ഞാൻ വിളിച്ചിട്ടില്ല മുത്തേ, നിങ്ങളവസാനം എൻ്റെ അടുത്ത് ഒട്ട പറയും, ഞാൻ വിളിച്ചില്ല. എടാ താങ്ക്സ് കേട്ടാ മച്ചാനെ, അല്ലേ അപ്പം എന്തിനാ താങ്ക്സ് മച്ചാനെ, താങ്ക്സ് ഡാ, താങ്ക്സ് ഡാ മച്ചാനെ, താങ്ക്സ് മച്ചാനെ, മച്ചാനെ താങ്ക്സ് ഡാ, ഹാപ്പിയാക്കി മറ്റേ താങ്ക് യുടാ. നീ റിച്ച് മാനെ ഇവിടെ കൊണ്ടുപോവാ. ഐ ആം ബാക്ക്, ഹായ് റെഡ് ബോക്സ്, ആയിടാ ഹായ് ഹായ്. എടാ റിച്ച് മാൻ എവിടെ ഇരിക്കണ്? താങ്ക്സ് മച്ചാനെ, താങ്ക്സ് ഡാ, കീപ് ഗോയിങ്, താങ്ക്സ് ഇ ലോട്ട്. താങ്ക്സ് റിച്ച് മാൻ വാണ്ട് ടു സെൻഡ് യു. പുറപ്പെടുന്നേ. എടാ മച്ചാമാരെ, എടാ നിങ്ങൾ എൻ്റെ അടുത്ത് ഒട്ടാ പറയല്ലേ മുത്തേ. റിച്ച് മാൻ വന്നേ, ഞാൻ വിളിച്ചിട്ടില്ലേ. റിച്ച് മാൻ്റെ ഇഷ്ടത്തിന് വന്നേ. താങ്ക്സ് ഡാ മച്ചാനെ, താങ്ക് യു ചാറ്റ്. എടാ ഡബ്ല്യു ഓർ വാട്ട്, റിച്ച് മാൻ ഡബ്ല്യു ഓർ വാട്ട്. ഓ ബ്രദർ, കാര്യം പറയാലേ മുത്തേ, നമ്മൾ ഈ CPM എനിക്കറിയാവുന്നവരിടയിൽ യൂട്യൂബേഴ്സിൽ വേറൊരു യൂട്യൂബറിനെ നോക്കുവാണെങ്കിൽ എനിക്ക് റിച്ച് മാനാണ് ഇപ്പോൾ അത്യാവശ്യം അറിയാവുന്ന. അതല്ല ഞാൻ കുറേ പേരുമായിട്ട് ഫ്രണ്ടാവാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അവരൊന്നും നമുക്ക് റിപ്ലൈ പോലും തരണില്ല മുത്തേ. ഞാൻ പേരൊന്നും എടുത്ത് പറഞ്ഞതിൽ ഒട്ട അടിപ്പിക്കാനില്ല. ചിലരെയൊക്കെ അടുത്ത് ഞാൻ റൂമിൽ കയറിയിട്ട് അവരടുത്ത് ഫ്രണ്ടാവാൻ നോക്കിയിട്ടുണ്ട്, അവർ നമ്മളെ മൈൻഡ് പോലും ചെയ്യൂല. പക്ഷെ റിച്ച് മാൻ വന്ന് നമുക്ക് റിപ്ലൈ തന്നു, നല്ല അത്യാവശ്യം സന്തോഷം. താങ്ക്സ് ഡാ മച്ചാനെ. ഇപ്പോൾ എന്തിനു പറയുന്നത് എൻ്റെ അടുത്ത് ഒരു സിവിക്കാണ്. താങ്ക് യു മച്ചാനെ. ഇപ്പോൾ ഏത് വണ്ടിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. താങ്ക്സ്, എനിക്ക് വരാൻ തോന്നിയില്ല, നീ വന്നല്ല, ഒരു സപ്പോർട്ട് തന്നല്ല, താങ്ക് യുടാ. അതല്ലേ ഇപ്പം എന്തിനു പറയാം. താങ്ക് യു മച്ചാനെ. എടാ ഇതുവരെ ആരും വന്നില്ലേടാ മുത്തേ, എല്ലാവരും എവിടെ? മല്ലു ഏട്ടൻ സെനോക്സ് മുത്തേ, 2 പേരെയും കാണില്ല മുത്തേ. ഉള്ള കാര്യം പറയില്ല, എവിടെ? വേർ ആർ യു? എവന്മാരല്ലേ എവിടെ പോയി മുത്തേ? TMC ഡ്രാഗൺ വൈറ്റ് ഒരു കാർ തരാം ഗിഫ്റ്റായിട്ട്. ഹായ് റിച്ച് മാൻ പോയെന്നാണ് തോന്നണം. പോയി കാണും. പോയി ഡിസ്കണക്റ്റ് ആയെന്ന് കാണിച്ചു. പോടാ, റിച്ച് മാൻ വന്ന് ഗിഫ്റ്റ് വന്ന് പോയി. ആ സിവിക്ക് എടുത്തോണ്ട് വരാനാ. സിവിക്ക് എടുത്തോണ്ട് വരണം മുത്തേ. ആ സിവിക്ക് എടുത്തോണ്ട് വന്നാലാ. വെയിറ്റ് ആക്കി ഒരു ഫോട്ടോ എടുക്കടാ ആദ്യം മുത്തേ. എടാ വന്നിക്കൊരു ഫോട്ടോ എടുക്കാം. വാ. ഇത് കൊള്ളാം. അല്ലെങ്കിൽ 2 കാറിന് നടക്കുന്നൊരു ഫോട്ടോ എടുക്കണം, തമ്പനയിൽ ഇടാനൊരു സെറ്റായിരിക്കും. കുഴപ്പമില്ല. ഇതാര്? ഇതേത് കാറ് മുത്തേ? എടാ ഇവൻ്റെ കാർ നോക്കിയിട്ട് ഇത് കൊള്ളാമല്ലോ. KL 08 M4. ആ സിവിക്ക് എടുത്തുകൊണ്ട് പോവാ. അത് എടുത്ത് ബ്രോ ക്യാരവാൻ എടുക്കടാ. നമുക്ക് നോക്കാടാ, എല്ലാം എടുക്കാടാ, സമയമുണ്ടല്ലോ മുത്തേ. എടാ ഇതേത് കാർ? ഈ വണ്ടി നോക്കിയോട്ടെ മുത്തേ. ഞാൻ വന്നു ബ്രോ. ഓടാ ഹായടാ. വാ. എടാ ഇവിടെ ചാറ്റ് പേഴ്സണലല്ല. വാ നമ്മുടെ അടുത്തോട്ട്. കൊള്ളാം. എടാ എൻ്റെ കൊള്ളാം. അല്ലെങ്കിൽ കുറേ പണിഞ്ഞിട്ടുണ്ട് കേട്ടോ മുത്തേ. ഇത് കണ്ട ബേക്കൽ ഈ സാധനം കൊണ്ടല്ലേ മുത്തേ. കൊള്ളാം. ഈ സാധനം കൊള്ളാം. എന്തൊരു വായിക്കാൻ പറ്റില്ല മുത്തേ. ഹെൽക്കാറ്റ് എന്നായിരുന്നു മുത്തേ. സോറിടാ, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ B ആണെന്ന് വിചാരിച്ച്. ഹെൽക്കാറ്റ് ശ്രീ. എടാ ശ്രീ എന്ന് പറഞ്ഞ ഏതൊരു യൂട്യൂബറിനെ ഞാൻ കേട്ടിട്ടുണ്ടോ? CPM. എടാ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, ശ്രീ വൈറ്റി അങ്ങനെ ഒരു യൂട്യൂബറില്ലടാ. അങ്ങനെ ഒരു യൂട്യൂബറുണ്ട്, എനിക്കറിയാം. ഞാൻ അവനെ ഇല്ല മെസ്സേജ് അയച്ചിട്ടില്ല, ആ മച്ചാനെ മെസ്സേജ് അയച്ചിട്ടില്ല. കൊള്ളാം. അവൻ പോയാ? എടാ 2 പേരെ റൂമിലുള്ള. ആ വണ്ടി എടുത്തുകൊണ്ട് വന്നാലേ, റിച്ച് മാൻ തന്നെ വണ്ടി എടുത്തോണ്ട് വരാം. അല്ലേ അത് തന്നെ, അതെടുത്തോണ്ട് വരാം. എടുത്തോണ്ട് 9 പേര് ലൈവ് ഉണ്ടോടാ ഗൈസ്. താങ്ക് യു ഗൈസ് ലൈവ് ഉണ്ടതിന്. മോഡിഫൈഡ് ബോഡി പാർട്ട്. കൊള്ളാം. ശ്രീ വൈറ്റി പാവ യൂട്യൂബറാണ്. എടാ ഞാൻ കുറേ യൂട്യൂബറിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവനൊന്നും പറഞ്ഞതല്ല, എനിക്ക് അവനെ അറിയാം. സബ് വെച്ചിട്ടുണ്ട് അവൻ, അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ല ഞാൻ എന്തിലോട്ട് പറയാം.
കൊള്ളാം അല്ലേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓ ഇതുണ്ടല്ലേ പോലീസ് അയച്ചിൻ്റെ സാധനം ഓർഡർ മുത്തേ, അത് കൊള്ളാം. ഓ നമ്മളപ്പോൾ പോലീസാവും. നമുക്ക് എന്തായാലും തക്കൽ ഇതെടുത്തോണ്ട് വരാമല്ലേ? ഇതെടുത്തോണ്ട് വരും. ഫ്രീയായിട്ട് റിപ്ലൈ തരും. ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഞാൻ റിപ്ലൈ തരാത്തിന് കുറ്റം പറയത്തില്ല ഏട്ടാ. അത് അയ്യോ അങ്ങനെ നിങ്ങൾ വിചാരിക്കില്ല ഏട്ടാ. എടാ അത് നിങ്ങൾ ഒരിക്കലും മോശമായിട്ട് വിചാരിക്കില്ല. എന്ന് വെച്ചാലേ അത് ഞാൻ അവരൊരിക്കലും കുറ്റം പറയില്ല. ഇപ്പം വലിയൊരു യൂട്യൂബറാണ്. ഇപ്പം ഏതെങ്കിലും ഒരു വലിയ യൂട്യൂബർ ആണെങ്കിൽ ഇപ്പോൾ CPM തന്നെ എടുത്തോ, വലിയ യൂട്യൂബറാണ്. ഞാൻ വണ്ടി റൂം ഇട്ടിട്ട് പറയാം, ഇല്ലേ മൊണ്ടി അടിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ഇപ്പം അവരുടെ റൂമിൽ 19 പേര് കയറും. 19 പേര് കയറുമ്പോൾ വലിയ യൂട്യൂബറാണെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവരും 20 പേരിൽ 19 പേര് അവരുടെ അടുത്ത് മെസ്സേജ് അയക്കും. ബ്രോ ഹായ് ബ്രോ, ഒരു കാർ തരും ബ്രോ, എന്തെല്ലാം ബ്രോ. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ നമ്മൾ അത്യാവശ്യം ഒരു സാധാ യൂട്യൂബർ, അത്ര വലുതൊന്നുമല്ല. നമ്മളെ അടുത്ത് തന്നെ എല്ലാവരും കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണുണ്ടല്ലോ മുത്തേ. അപ്പോൾ എല്ലാം നമുക്ക് റിപ്ലൈ കൊടുക്കത്തില്ലല്ല, മനസ്സിലായില്ല. 1-2 പേരാണെങ്കിൽ നമുക്ക് പ്രോപ്പർ റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതൊന്നും ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞില്ല കേട്ടോ. ഒരു യൂട്യൂബറിനെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ നമ്മളെ ഇൻസൾട്ട് ആക്കിയിട്ടില്ല ഒരു യൂട്യൂബർ ഇതുവരെ. ഇതുവരെ എൻ്റെ അടുത്ത് ആരും ഇൻസൾട്ടൊന്നും ആക്കിയിട്ടില്ല. നമ്മളെ അടുത്ത് മോശമായിട്ടൊന്നും ഒന്നും കാണിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അയ്യോ അങ്ങനെയൊന്നും നിങ്ങളിത് തെറ്റായിട്ട് എടുക്കലേടാ മുത്തേ. ഓക്കെ എന്തായാലും നോക്കാം. എടാ ഇത് എപ്പോഴും നമ്മൾ ഈ റൂമിൽ എൻ്റർ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക്, ഈ ആകാശം ഒരു ബ്ലാക്കിലൊട്ട വരും. അത് കാര്യം പറയല്ലേ. അധികം ലോക്ക്. എടാ മുത്ത് എന്തായാലും ഒരു ഫോട്ടോ എടുക്കാം. എന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് തമ്പനെയിൽ സെറ്റാക്കാം. വീഡിയോ ആയിട്ട് കണ്ടന്റ് ആയിട്ട് ഇടാൻ പറ്റും. നമുക്ക് സെറ്റാക്കാം. ഫ്രീ ഫെരാരി തന്നു. ഓക്കേടാ ഓക്കെ ഫ്രീ വൈറ്റി ഓക്കേടാ. ഞാൻ ചിലരെ വീഡിയോ കാണും, പിന്നെ എല്ലാവരും കാണൂലടാ, ചിലതൊക്കെ കാണും. മറ്റേ സുമതി വളവെന്ന് പറഞ്ഞൊരു യൂട്യൂബർ അഭിയോക്സ് അങ്ങനെ ഇട്ടിട്ടില്ലടാ മുത്തേ. സുമതി വളവെന്ന് അങ്ങനെ അഭിയോക്സാണ് അങ്ങനെ ഇട്ടിട്ടില്ല. അതൊക്കെ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. അതൊക്കെ നൈസാണ്. എനിക്കറിയുന്നൊരു ഭൂരിഭാഗം പേരും ഈ സീരീസ് പോലെ ഒരു കഥ വൈസാണ് ചെയ്യണം, മനസ്സിലായില്ലേ? അതാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളും അത് ചെയ്താൽ മനസ്സിലായില്ലേ? അതാണ് ഞാൻ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ലൈവും കൂടി ചെയ്യുമ്പോൾ അങ്ങനെ കഥ വൈസൊക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെയല്ല. അതത്ര ഡബിൾ ആക്കി എടുത്തുകൊണ്ട് വരാൻ പാടാണ്. അല്ലെങ്കിൽ പിന്നെ വോയിസ് ഡബ്ബൊക്കെ ചെയ്യണം നമ്മൾ. അതൊക്കെ എനിക്ക് സത്യം പറയാൻ സമയമില്ല. ഇതാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം. നമ്മൾ പോയി ഫോട്ടോ എടുക്കും, അവിടെയൊക്കെ പോവും, ഗ്യാങ് ആയിട്ട് നിൽക്കും. അങ്ങനെ അതാണ് വെറൈറ്റി ആയിട്ട് ചെയ്യാം, മനസ്സിലായില്ലേ? അത് വലിയ അത്ര പാടുമില്ല. മറ്റേ നമ്മൾ ഡബ് ചെയ്യണം, കുറച്ച് എഡിറ്റൊക്കെ ചെയ്യണം. ഇത് അത്ര പാടില്ല. 3 പേരുണ്ട്. ഓക്കെ എല്ലാവരും പാടാൻ ഞാൻ ഇവിടെ നിൽക്കാൻ. ഞാൻ വണ്ടി എടുത്ത് എങ്ങോട്ട് പോയിക്കൊണ്ടാണ്. അതാണ് ഓർമ്മയുണ്ട്. എൻ്റെ കുറച്ച് ബഗ് അടിച്ചത് ഇന്ന് ഞാൻ കയറാതെ. ഓർമ്മയുണ്ട് എൻ്റെ കുറച്ച് ബഗ് അടിച്ചത് ഇന്ന് ഞാൻ കയറാതെ. ശിവാസ ആർണവാണ ശിവാസ. എടാ നീ ഒരു അക്കൗണ്ട് വാടാ. എനിക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കുക, അതാണ് നല്ല മുത്തേ. പല അക്കൗണ്ട് വന്നാൽ ഞാൻ ചില മറന്നു. അഭിബ്രോ സാൻ എന്നെ ഓർമ്മയുണ്ടാ? ഗെയിമിംഗ് വിത്ത് തൽസു. ആർണവന ലൈവ് മൊത്തം സീനായല്ലോ. സീനായെന്നാ ബ്രോ ക്യാരവാൻ എടുക്കുക. എടാ നിങ്ങളെല്ലാവരും കൂടെ പലരും പല രീതിയിൽ പറയുന്നത്. നമ്മളെന്ത് ചെയ്യാം മുത്തേ? ഓരോന്നായിട്ട് സെറ്റാക്കാം. എടാ ഇവരൊക്കെ എവിടെ? വരണം തോന്നുന്നു കേട്ടോ. വരണം തോന്നുന്നു. എടാ നാളെ തൊട്ട് ലൈവ് നമ്മൾ സാധാരണ 2 മണിക്കൂറിൽ ചെയ്യണം. കൂടുതൽ നേരം ചെയ്യാൻ നോക്കാം. അത് ഞാൻ പ്രോമിസ് ചെയ്യാനില്ല. അത് ചിലപ്പോൾ എനിക്കൊരു പക്ഷേ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതിലൊട്ട പറയും. നോക്കാം, അത്ര മാത്രമേ പറയണുള്ളൂ. നമ്മൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് പ്രോമിസ് ഒന്നും കൊടുക്കാനില്ല. അത് തന്നെ അങ്ങനെ കൊടുത്തതിന് ഇത് കൂടുതൽ നേരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളിലൊട്ട പറയും. അതുകൊണ്ട് എന്തായാലും നോക്കാം. കുറച്ച് കഴിയുമ്പോൾ വേറെ ID വരെ. എടാ ഇങ്ങനെ മാറി വന്നാൽ എനിക്ക് പെട്ടെന്ന് ഡൗട്ടായി പോകും, മനസ്സിൽ കൺഫ്യൂസ് ആയി പോകും. അതാണ് മുത്തേ ഞാൻ പറയണം ഒരു ID വരാൻ. എടാ ഇപ്പം നമ്മളെ റൂമിൽ 3 പേരേ ഉള്ളൂ. ഒന്ന് TMS ഡ്രാഗനും പിന്നെ ഒരാൾ മുത്തേ. ഇതാണ് ഞാൻ പറയണം. അപ്പോൾ 13 പേര് ലൈവ് ഉണ്ട്. നിങ്ങൾ റൂമിൽ വന്നാലും നമുക്ക് റൂം ഫണ്ണാക്കി എടുക്കാൻ പറ്റും മുത്തേ. എടാ എന്ത് ലൊട്ടാത്താരോടാ. ഇടിച്ചാണാടാ പറഞ്ഞ എൻട്രി കണ്ടാ മുത്തേ. എൻട്രി മുത്തേ ഞാൻ മര്യാദക്ക് ഇട്ടിരുന്നതാണ്. SRT എന്തിനു പറ്റില്ല? സബ്ടൈറ്റിലെ സാധനമല്ലേ മുത്തേ? SRT എന്ന് ചോദിച്ചു കാണാം. നീ എന്തിനു ചോദിച്ചു കാണാം? അതെന്തെങ്കിലും ശ്രദ്ധിച്ചില്ല. ഒന്നുകൂടെ നോക്കാം. വണ്ടി തീ മര്യാദക്ക് ഇട്ടാ. നമ്മൾ ചേർത്തിട്. പുറപ്പെടുന്നേ. എടാ ഞാൻ മോർണിംഗും കൂടെ സ്ട്രീം ചെയ്യണതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മോർണിംഗ് ഒരു 2 മണിക്കൂർ, ഈവനിങ് ഒരു 2 മണിക്കൂർ, നൈറ്റ് ഒരു 2 മണിക്കൂർ. എന്ന് വെച്ചാൽ മോർണിംഗ് ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ഡബിളി മാറ്റിപ്പിടിക്കാൻ ഒരു സർപ്രൈസ് ഉണ്ട്. ഗെയിമിംഗ് വിത്ത് തൽസു. എന്ത് സർപ്രൈസ്? തൽസു വണ്ടി കൊണ്ടിട്ട് ഫോട്ടോ എടുക്കണം മുത്തേ. മറ്റത് പറയട്ട് വണ്ടി കൊണ്ട് ഇടും ഫോട്ടോ എടുക്കട്ടെ. എടാ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ മുത്തേ, നമ്മളിപ്പോൾ ഈ ഗെയിമിൻ്റെ അകത്ത് ഈ അത്യാവശ്യം സീൻ യൂട്യൂബേഴ്സ് ആണല്ലോ. ഇപ്പോൾ അഭിയോക്സ് ആണെങ്കിലും നോക്കട്ടെ.
കറണ്ട് മോഡൽ വിൽ ബി റീപ്ലേസ് വിത്ത് ന്യൂ മോഡൽ. അലു ഹാക്സ് വാണ്ടഡ് ടു. അലു ഹാസ് മുത്തേ, ഇത് ഈ വണ്ടിയാണോ മുത്തേ? എടാ എൻ്റെ ഉണ്ടറാ, ഒരു മോഡലുണ്ട് മുത്തേ, എൻ്റെ ഒരു മോഡൽ ഉണ്ടറാ, എൻ്റെ ഉണ്ട് ഒരു മോഡൽ. താങ്ക്സ് മച്ചാ, എനിക്ക് അത് തരാൻ തോന്നില്ല, അതിന് നന്ദിയടാ. എടാ അത് ഞാൻ പറയട്ടെ, ഈ ഇങ്ങോട്ട് ഇരിക്കാം. ഞാൻ വന്നു, വാ എല്ലാവരും വാ. ഇവിടെ ഉണ്ട് വാ, ഫോട്ടോ എടുക്കാം. എടാ നിങ്ങൾ ഈ കാറൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ലടാ, നിങ്ങൾക്ക് തരാൻ തോന്നില്ല, അത് മതിയടാ മച്ചാൻ. നിങ്ങൾക്ക് പറ്റണം, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റി തരണം ഒരേ ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ലൈവ് കാണും. ലൈവ് എനിക്ക് വാച്ച് അവർ സെറ്റാക്കണം മുത്തേ, അതാണ് നമ്മൾ PC എടുക്കണതിലാണ് അതിനാണ് ശ്രമം, അതിന് വേണ്ടിയിട്ടാണ് വാച്ച് അവർ സെറ്റാക്കണം, മനസ്സിലായില്ലേ? അതാണ് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലൈവ് കണ്ടാൽ മതി, അതാണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റണ ഏറ്റവും നല്ല കാര്യം മുത്തേ. ഉള്ള കാര്യം പറയാല്ലേ, ചുമ്മാ പറഞ്ഞല്ലേ. ഞാൻ ഒരു ഗിഫ്റ്റ് തരാൻ, ബട്ട് സെയിൽ ചെയ്യില്ല, ലവ് ഗിഫ്റ്റ് ആണെന്നാ മുത്തേ, നീ എന്ത് പറയണ? മാറിക്കട്ട്. മണിയണ്ടൻ ഹായ് മണിയണ്ട, ഹായ്.